തലമുറ മാറ്റം CPM-ൽ സംഭവിച്ചിരിക്കുന്നു. 75 വയസ്സ് കഴിഞ്ഞ നേതാക്കൾ CPM-ന്റെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിവായിരിക്കുകയാണ്. അതിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമാണ് ഇളവ് ഉള്ളത്. 80 വയസ്സുള്ള പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോയിൽ തുടരുമ്പോൾ 75 വയസ്സ് പിന്നിട്ട പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി, മണിക് സർക്കാർ, സൂര്യകാന്ത് മിശ്ര എന്നിവർ, അതായത് CPM-ന്റെ മുഖമായി നിന്നിരുന്ന, CPM-ന്റെ ദേശീയ മുഖങ്ങളായി കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലധികമായി ഉണ്ടായിരുന്ന നേതൃനിര അപ്പാടെ മാറുകയാണ്. അപ്പോൾ ഈ വലിയ നേതൃനിര മാറുമ്പോൾ പുതുതായി വരുന്നത് ആരൊക്കെ എന്നുള്ളത് ശ്രദ്ധേയമാണ്. കേന്ദ്ര സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിജു കൃഷ്ണനും അരുൺകുമാറും പുതുതായി ഈ CPM-ന്റെ പോളിറ്റ് ബ്യൂറോയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വനിതാ പ്രതിനിധികളെ, അതായത് സുഭാഷിണി അലിയും ബൃന്ദ കാരാട്ടും രണ്ടുപേരും മാറിയപ്പോൾ പുതുതായി 2 വനിതകൾ യു വാസുകിയും മറിയം ധാവ്ലെയുമാണ് പുതുതായി പോളിറ്റ് ബ്യൂറോയിലേക്ക് വന്നത്. യു വാസുകി ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള പാർട്ടി കോൺഗ്രസ് നടക്കുന്ന തമിഴ്നാട്ടിൽ നിന്നും തന്നെയുള്ള നേതാവാണ്. CPM-ന്റെ ലെജൻഡറി നേതാക്കളായ ആർ ഉമാനാഥിന്റെയും പാപ്പ ഉമാനാഥിന്റെയും മകളാണ് യു വാസുകി. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് പാപ്പ ഉമാനാഥ്. ഇപ്പോൾ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റാണ് യു വാസുകി. യു വാസുകി CPM-ന്റെ പോളിറ്റ് ബ്യൂറോയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. അതുപോലെ തന്നെയാണ് മറിയം ധാവ്ലെ. 80കളുടെ ഒടുക്കം SFIയുടെ തീപ്പൊരി നേതാവായി ഇന്ത്യയിലെമ്പാടുമുള്ള ക്യാമ്പസുകളിൽ നിറഞ്ഞു നിന്നിരുന്ന നേതാവാണ് മറിയം ധാവ്ലെ. CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും അഖിലേന്ത്യാ കിസാൻ സഭയുടെ AIKS-ന്റെ അധ്യക്ഷനുമായ അശോക് ധാവ്ലെയുടെ പത്നി കൂടിയാണ് മറിയം ധാവ്ലെ. മറിയം ധാവ്ലെ കൂടി PB-യിൽ എത്തുമ്പോൾ, കഴിഞ്ഞ PB-യിൽ പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട് ദമ്പതികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണ മറിയം ധാവ്ലെ, അശോക് ധാവ്ലെ ദമ്പതികൾ CPM-ന്റെ പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടാകും എന്നുള്ളത് ആണ് കാണേണ്ടത്. പോളിറ്റ് ബ്യൂറോയെ സംബന്ധിച്ച് അങ്ങനെ സർപ്രൈസ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു തലമുറ മാറ്റം. 1992 ചെന്നൈയിൽ, തമിഴ്നാട്ടിലെ ചെന്നൈയിൽ ചേർന്ന പാർട്ടി കോൺഗ്രസ് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം നടന്ന ആദ്യത്തെ പാർട്ടി കോൺഗ്രസ് CPM-ന് ഒരു പുതിയ മുഖം നൽകിയിരുന്നു. യെച്ചൂരിയും കാരാട്ടും SRPയും അടക്കമുള്ള നേതാക്കളുടെ ഒരു പുതിയ നേതൃനിര വന്നിരുന്നു. സുർജിത്തും അതുപോലെ തന്നെയുള്ള നേതാക്കളും ജ്യോതി ബസുവും അടക്കം തുടരുമ്പോൾ തന്നെ സമാനമായ വിധത്തിൽ ഒരു തലമുറ മാറ്റം CPM-ൽ സംഭവിച്ചിരിക്കുന്നു. പോളിറ്റ് ബ്യൂറോയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ച് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെ MA ബേബി, അതിന്റെ അമരത്ത് MA ബേബിയാണുള്ളത്. നിലവിലെ പോളിറ്റ് ബ്യൂറോയിലെ ഏറ്റവും സീനിയറായ അംഗം MA ബേബിയാണ് എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ കാരണം. 1989-ൽ CPM-ന്റെ CC മെമ്പറായ, കേന്ദ്ര കമ്മിറ്റി അംഗമായ ആളാണ് MA ബേബി. അദ്ദേഹം 92-ൽ പാർട്ടിയുടെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു. ഒരു വ്യാഴവട്ടക്കാലം രാജ്യസഭാ അംഗമായിരുന്നു. അങ്ങനെ ദേശീയ തലത്തിൽ വളരെ നിർണായകമായി പ്രവർത്തിച്ച പാരമ്പര്യം MA ബേബിയെ സംബന്ധിച്ചുണ്ട്. നിലവിലുള്ള PB അംഗങ്ങളിൽ ഏറ്റവും സീനിയർ MA ബേബിയാണ്. 2012-ൽ കോഴിക്കോട് പാർട്ടി കോൺഗ്രസിലാണ് MA ബേബി പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായും ഏറ്റവും സീനിയർ എന്ന ആനുകൂല്യം MA ബേബിയെ സംബന്ധിച്ച് ഉണ്ട്. അങ്ങനെ കിടയറ്റ സംഘാടകൻ എന്നുള്ള നിലയിൽ MA ബേബി ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടുന്നു. EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന് ശേഷം ആദ്യമായി കേരള ഘടകത്തിൽ പ്രവർത്തിച്ച ഒരു സെക്രട്ടറി, ഒരു ജനറൽ സെക്രട്ടറി CPM-ന് ഉണ്ടാകുന്നു. MA ബേബിയുടെ നേതൃത്വത്തിൽ ഒരു പുതുനിര നേതൃത്വമാണ് CPM-നെ സംബന്ധിച്ച് ഉണ്ടാവുന്നത്. മാർഷൽ. ശരി, അഭിലാഷാണ് വിവരങ്ങൾ നൽകുന്നത്. കണ്ണൻ നായർ കൂടി അവിടെ തുടരുന്നുണ്ട്. കണ്ണൻ, നയിക്കാൻ അമരത്ത് MA ബേബിയുണ്ട്. MA ബേബിക്കൊപ്പം ഈ പാർട്ടിയെ നയിച്ച് മുന്നോട്ട് പോകാൻ നേതൃനിരയിലേക്ക് ആരൊക്കെ കൂടി ഇനി കടന്നു വരുമെന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. 17-അംഗ പോളിറ്റ് ബ്യൂറോയിലേക്ക് പ്രായപരിധിയൊക്കെ കർശനമായി, മുൻപ് എന്ത് നിയമ മാനദണ്ഡമാണോ ഉള്ളത് അതൊക്കെ പാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇനി പോളിറ്റ് ബ്യൂറോയിലേക്കും കേന്ദ്ര കമ്മിറ്റിയിലേക്കും പുതുതായി ആരൊക്കെ വരും? കേന്ദ്ര കമ്മിറ്റിയിലേക്കും പോളിറ്റ് ബ്യൂറോയിലേക്കും പുതിയ തലമുറ, ഒരു തലമുറ മാറ്റം നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഒരു പുതിയ തലമുറ തന്നെ എത്തും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിജു കൃഷ്ണൻ എന്ന മലയാളിയായിട്ടുള്ള ആളാണ്. അദ്ദേഹം ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ പോലും വിജു കൃഷ്ണൻ മലയാളിയാണ്. ഒപ്പം തന്നെ ആന്ധ്രയിൽ നിന്നുള്ള ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആർ അരുൺകുമാർ, ഇവർ രണ്ടുപേരുമായിരിക്കും പണ്ട് യെച്ചൂരിയും കാരാട്ടും ഏത് രീതിയിലാണോ 92-ൽ പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തിയത് അതിന് സമാനമായ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു. അതായത് പുതിയൊരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കം പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. MA ബേബിയുടെ കാര്യം പറയുമ്പോൾ MA ബേബിയുടെ നിലപാടുകൾ, അല്ലെങ്കിൽ MA ബേബി പലപ്പോഴും പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ആളാണ്. മാത്രമല്ല ഈ പാർട്ടിയുടെ താത്വികമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ, അല്ലെങ്കിൽ പാർട്ടിയുടെ നിലപാടുകൾ പറയാൻ കഴിവുള്ള ഒരു നേതാവാണ്. മാത്രമല്ല അഖിലേന്ത്യാ തലത്തിലൊക്കെ തന്നെ പല രാഷ്ട്രീയ സംഘടനകളുമായിട്ട് നേതാക്കളുമായിട്ടൊക്കെ തന്നെ പ്രവർത്തിച്ച പരിചയമുണ്ട്. ഇപ്പോൾ ദേശീയ നേതൃത്വത്തിന്റെ തലത്തിലൊക്കെ ഇരിക്കുന്ന, പ്രസിഡന്റായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്കൊപ്പം തന്നെ SFIയിലൂടെയും DFIയിലൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിച്ച ഒരു പാരമ്പര്യമുണ്ട്. അങ്ങനെയൊക്കെ ഒരു എല്ലാ ആൾക്കാരെയും കൂട്ടിയോജിപ്പിക്കാൻ, BJPക്കെതിരായി എല്ലാ ആൾക്കാരെയും കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ MA ബേബിയിലുണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ MA ബേബി എന്ന സെക്രട്ടറിയിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രാക്കുളത്ത് നിന്ന് വന്ന്, കൊല്ലം ജില്ലയിലെ പ്രാക്കുളത്ത് നിന്ന് എത്തി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തിലേക്ക്, അതിൻ്റെ തലപ്പത്തേക്ക് എത്തുന്ന ഒരു ആൾ. ഒപ്പം തന്നെ മലയാളിയായിട്ടുള്ള രണ്ടാമത്തെ വ്യക്തി. MA ബേബിക്ക് ഇത് അർഹതപ്പെട്ട ഒരു പദവി തന്നെയാണ്. കാര്യം
89-ൽ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തിയ വ്യക്തിയാണ്. 84-ൽ സംസ്ഥാന കമ്മിറ്റി അംഗമായ വ്യക്തിയാണ്. 41 വർഷത്തോളമായി സംസ്ഥാന കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്വാഭാവികമായും MAPB പോലെയുള്ള ഏറ്റവും മുതിർന്ന നേതാവ് തന്നെ പാർട്ടിയെ നയിക്കാൻ വേണ്ടി എത്തുന്നു എന്നുള്ള കാര്യം തീരുമാനമായി കഴിഞ്ഞു.